ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്കുമായിട്ടാണ്. എല്ലാം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇതും കൂടെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുക ഇത് ഒരു അടിപൊളി കേക്കാണോ എന്നുള്ളത്. ഇതൊരു ബ്ലൂ വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ മുന്നേ ഞാനൊരു റെഡ് വെൽവെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഈ 1 കപ്പ് മൈദയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഞാൻ മൈദ മാറ്റി എടുക്കുന്നുണ്ട്. ഇങ്ങനെ 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ഇതേ സ്ഥാനത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാണെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം. അത് കേക്കിന് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് കിട്ടാനും, അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഫ്ലോർ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇങ്ങനെ ഒരു കോൺഫ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ, വെച്ചിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, ലൈറ്റ് കൊക്കോ പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചു മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ ഒരു ബൗൾ വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റുകയാണ്. നിങ്ങൾക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 3 പ്രാവശ്യം തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി ഇവിടെ ഞാൻ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ദാ നമ്മളെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് പഞ്ചസാര ചേർക്കണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. 1/4 കപ്പ് പഞ്ചസാര എടുത്ത് അത് പൊടിക്കുമ്പോഴാണ് നമുക്ക് 1 കപ്പായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ദാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നാൽ നമുക്ക് ബീറ്റർ ഒന്ന് ലോ സ്പീഡിലാക്കിയിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ആയി വന്നാൽ തന്നെ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്താൽ നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ബ്ലൂ വെൽവെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഷുഗറിൻ്റെ റോയൽ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മൈദ, ബട്ടർ മിൽക്ക് അതുപോലെ തന്നെ കളറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ബ്ലൂ കളർ ഇതിൽ കിട്ടണം, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിന് തന്നെ ഒരുപാട് കളർ എടുത്ത് ഒഴിക്കണ്ട. നമ്മൾ ബാറ്ററി ഇങ്ങനെ മിക്സാക്കി വരുമ്പം ഡ്രോപ്സ് ആയിട്ട് ഇട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. വീണ്ടും നമുക്ക് മൈദ ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ മിൽക്കും കളറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കളർ ഈ ഒരു കേക്കിൽ വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അങ്ങനെ ഓരോ ബാച്ചായിട്ട് മൈദ അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മളെ മൈദ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഞാനിതൊരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡിലാണ് കേക്ക് ബേക്ക് ആക്കാനായിട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പ് മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റൗണ്ട് മോൾഡോ അതുപോലെ സ്ക്വയറോ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പം ഇതൊരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ട് ഷേപ്പിൻ്റെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 kg കേക്ക് മോൾഡാണ്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒരു സ്ക്യൂവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കേക്ക് ഒരേ ലെവലിൽ ബേക്കായി വരുമ്പോൾ ഒരേ ലെവലിൽ വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത മുന്നേ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അത് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഈ ഓവനിലേക്ക് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉള്ളി വെന്തോന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെ കുത്തി നോക്കുന്ന ടൈമിൽ നമ്മൾ സ്ക്യൂവറിൽ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കേക്ക് ബേക്കായി എന്നർത്ഥം. അഥവാ പറ്റി പിടിച്ചാൽ നിങ്ങൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് ഓവനിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓവനിൽ ഒരു കണക്കാണ് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് എന്നുള്ളത്. നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ഓവനിൽ എത്രയാണോ ഡിഗ്രി നിങ്ങൾ കൊടുക്കാറുള്ളത്, ഏതൊരു റെസിപ്പി ട്രൈ ചെയ്യുമ്പോഴും ആ ഒരു ടൈമും ഡിഗ്രിയും നിങ്ങൾ ഓവനിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് നല്ല ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വെൽവെറ്റ് പോലുള്ള ഒരു കേക്ക് തന്നെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കത്തി ഇതുപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളിലോട്ട്. അപ്പോൾ ഇതാ നല്ല ബ്ലൂ കളറിലുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ലെയറും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ 3 ലെയറായിട്ട് നമ്മളെ കേക്ക് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ടേൺ ടേബിളിൻ്റെ പുറത്തൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമ്മൾ കേക്ക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതിൻ്റെ പുറത്തോട്ട് നമ്മളെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇതിന് ഷുഗർ സിറപ്പിന് പകരം ചെയ്തിട്ടുള്ളത് 1 കപ്പ് പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിന് ഷുഗർ സിറപ്പായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ചെയ്യാം. ഞാനിതിലിങ്ങനെ ചെയ്യാൻ കാരണം ഞാനിതിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്, നോർമൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം ഞാനിതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ക്രീം കൊടുത്തതിന് ശേഷം സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് രണ്ടാമത്തെ കേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ലെയറും കേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഫില്ലിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറിയോ അങ്ങനെ നട്ട്സോ അങ്ങനെ എന്ത് ഫില്ലിങ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് തേർഡ് ലെയറും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ ക്രീം ചെയ്തിട്ട് സെക്കൻഡ് കോട്ടും ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഞാനൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേക്ക്. ഇതുപോലെ പാഡ് നൈഫൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഇനി ഞാൻ ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു സ്റ്റാർ നോസിൽ എടുത്തിട്ട് താഴെ ഒരു ബോർഡർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂ വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളറിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ബോർഡറിനെ ഞാൻ മുകളിലും ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് റോസ് ഫ്ലവർ വരച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മളെ പെറ്റൽസ് ഒക്കെ വരയ്ക്കണം അതേ നോസിലുണ്ട്. റോസിൻ്റെ പെറ്റൽസ് വരച്ചിട്ടുള്ള ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് കേക്കിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.